ഇതുപോലെ ഒരു ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. എന്തിന്റെ കൂടെയും അടിപൊളിയാണ്. പൊറോട്ടയോ ചപ്പാത്തിയോ അപ്പോ ചോറോ ഇനി എന്തിലേക്കാണെന്നുണ്ടെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബീഫ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിന്റെ പൊടിയും പിന്നെ 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഞാനിവിടെ രണ്ടും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ബീഫിന്റെ വേവ് അതിന്റെ മൂപ്പിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പൊ ബീഫ് ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വരണം. ബീഫ് കുക്കായി വരുമ്പോ കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വരുമല്ലോ, അപ്പൊ ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഞാനിതുപോലെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ബീഫിലേക്ക്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വെളിച്ചെണ്ണയിൽ ആ ഒരു തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് ചെറിയുള്ളിയാണ് അരിഞ്ഞത്. ചെറിയുള്ളി തന്നെ വേണം കേട്ടോ. ബീഫിലേക്ക് ടേസ്റ്റ് കൂടുതൽ അതാണ്. അപ്പൊ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളിയും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അപ്പൊ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 2 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിന്റെ പൊടിയും പിന്നെ 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഇത്രയാണ് 1/4 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു മസാലയൊക്കെ ഒന്ന് വഴറ്റി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബീഫിലുള്ള വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴേയുള്ള ആ ഒരു മസാലയും ചെറിയുള്ളിയും ഒക്കെ ഈ ബീഫിൽ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. അപ്പൊ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ട് പിടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ബീഫ് കൂടുതൽ വെന്തിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. ആ ഒരു മസാലയ്ക്ക് നന്നായിട്ട് ബീഫിലൊന്ന് പിടിച്ചോളും. അപ്പൊ ഇതുപോലെ നന്നായിട്ട് മസാലയ്ക്ക് പിടിച്ചു വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവയുടെ പൊടിയും പിന്നെ അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.